Hello, welcome to another episode of Steve Joyner. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആയിട്ട് പിന്നെ നമ്മൾ ലണ്ടനിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളും ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറ്റാവുന്ന രീതിയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ കാണിക്കാം. ലണ്ടനിൽ നമ്മൾ സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ പോകുന്നത്. ഇത്തവണ നമ്മൾ പോയത് ലണ്ടനിലെ ക്രിസ്മസ് ലൈറ്റ്സ് കാണുന്ന ഒരൊറ്റ എയിം മാത്രമേ നമുക്കുണ്ടായുള്ളൂ. പോയ കാര്യം വളരെ വൃത്തിയായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് പോയ ആ ഒരു സമയം ആൻഡ് നമ്മൾ സ്പെൻഡ് ചെയ്ത സമയം അത് ഭയങ്കര മെമ്മറബിൾ ആണ്. നമ്മൾ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലാണ് ഫസ്റ്റ് ഇറങ്ങിയത്. ഇപ്പം നിങ്ങളെ കാണുന്ന ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലാണ്. കുറച്ചധികം ദൂരം രണ്ട് സൈഡിലേക്ക് നടക്കാനുണ്ട്. ഇതുപോലെ തന്നെ ലൈറ്റ്സ് ഒരുപാട് ഏരിയയിൽ ഇവർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് കാണാൻ നമ്മൾ അത്രയും ക്യാപ്ചർ ചെയ്യണമെന്ന് കരുതും. പക്ഷേ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ ഫ്രീ ആയിട്ട് നടന്ന ഈ ഒരു ലൈറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്യാനായിരിക്കും കൂടുതൽ നമ്മൾ വിചാരിക്കുക. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ലണ്ടൻ ലൈറ്റ്സ്. നമ്മൾ ചെറുപ്പത്തിലെ തൊട്ടേ ലണ്ടൻ ലൈറ്റ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്, ഒരുപാട് വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഫൈനലി നമുക്ക് ക്രിസ്മസ് ടൈമിൽ നമുക്ക് ലണ്ടനിൽ വരാൻ പറ്റി ബൈ ഗോഡ്സ് ഗ്രേസ്. ലണ്ടനിൽ വരുമ്പം നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ക്രിസ്മസ് ടൈമിൽ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. അതിപ്പോൾ ഏത് ഡേ ആണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണമെങ്കിലും അത്രയും ക്രൗഡഡ് ആയിരിക്കും. പിന്നെ നമ്മൾ ഈ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നാഷണാലിറ്റീസിനെ നമുക്ക് കാണാൻ പറ്റും. ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ നിന്ന് പിന്നെ നമ്മൾ ടേൺ ചെയ്യുന്നത് റീജന്റ് സ്ട്രീറ്റിലേക്കാണ്. ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള നമ്മുടെ ഏഞ്ചൽസ് എല്ലാം ഉള്ള ലണ്ടനിലെ ക്രിസ്മസ് ലൈറ്റ്സ് അവർ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്ന റീൽസിനകത്ത് എല്ലാം നമുക്ക് കാണാൻ പറ്റും ഏഞ്ചൽസിൻ്റെ ഈ ഒരു ലൈറ്റ്സ്. അപ്പോൾ അതാണ് റീജന്റ് സ്ട്രീറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഏരിയയിൽ ഇതുപോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതും രണ്ട് സൈഡിലും തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബസ് നമ്പർ 11 ആണെന്ന് തോന്നുന്നു, ഐ നോട്ട് ഷുവർ. ഇതേ റൂട്ട്സ് എല്ലാം കവർ ചെയ്യുന്ന ബസ്സസ് ഉണ്ട്. അതിൽ നമ്മൾ കയറുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ നടക്കണ്ട, നമുക്ക് ബസ്സിലിരുന്നിട്ട് കംപ്ലീറ്റ് ലൈറ്റ്സും കാര്യങ്ങളും കാണാനായിട്ട് പറ്റും. പക്ഷെ ഞങ്ങൾ നടന്നിട്ട് തന്നെ കംപ്ലീറ്റ് കാണാമെന്ന് കരുതി. നമുക്ക് നടക്കുകയാണെങ്കിൽ കൂടുതൽ സ്ട്രീറ്റ്സിലും കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ പറ്റും. കാരണം ഈ ഒരു റൂട്ട് അല്ലാതെ നമുക്ക് കാൺബൈ സ്ട്രീറ്റിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ നടന്ന് തന്നെ എൻജോയ് ചെയ്യാമെന്ന് കരുതി. ഇവിടെ നമുക്ക് ഭയങ്കര നമ്മൾ ഒരുപാട് ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ടാവാം ഭയങ്കര ഒരു അടിപൊളി ഫീലായിരുന്നു റീജന്റ് സ്ട്രീറ്റിലെത്തിയപ്പോൾ നമ്മുടെ ഏഞ്ചൽസിനെ കണ്ട സമയത്ത് ഉണ്ടായത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരുപാട് ഏരിയയിൽ തന്നെ ഇവർ ഏഞ്ചൽസിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലൈറ്റ്സ് നമ്മൾ മൊബൈലിൽ ആക്ച്വലി ആ ഒരു ഭംഗി കിട്ടുന്നില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഇത്രയും ഒരു ഏരിയയിൽ ഒരുപാട് ആൾക്കാർ വിത്ത് ഇത്രയും ലൈറ്റ്സ് ക്രിസ്മസിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് വി റിയലി എൻജോയ് ഇറ്റ്. Prospero año y felicidad. Feliz Navidad, feliz Navidad, feliz Navidad, feliz Navidad, feliz Navidad, prospero año y felicidad. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my heart. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my heart. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം റീജന്റ് സ്ട്രീറ്റിൽ നേരെ നമ്മൾ ടേൺ ആവുന്ന അടുത്ത സ്ട്രീറ്റാണ് കാണുന്നത്. ഈ സ്ട്രീറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. വളരെ ചെറിയൊരു സ്ട്രീറ്റാണ്, പക്ഷെ ഇവരത് സെറ്റ് ചെയ്തിരിക്കുന്ന രീതി. പിന്നെ ലണ്ടൻ ലൈറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റും കൂടിയാണ് കാണുന്നത് ഈ സ്ട്രീറ്റ്. ഇവിടുത്തെ അവർ കളർഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക് ലൈറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. Feliz Navidad, feliz Navidad, feliz Navidad, feliz Navidad, feliz Navidad, prospero año y felicidad. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my heart.
അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ടേൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് യൂണിവേഴ്സാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ ലണ്ടൻ ലൈറ്റ്സ് നോക്കിയിട്ടുള്ളവർക്ക് ഇതും റീൽസിലും അല്ലാതെയുള്ള വീഡിയോസിലൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കും. നമ്മുടെ യൂണിവേഴ്സ് ഇലക്ട്രിക് ലൈറ്റ്സ് ഒക്കെ വെച്ച് കളർഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കാണുന്നത് യൂണിവേഴ്സ്. അടിപൊളിയാണ്. ലണ്ടനിലുള്ളവർ എനിക്ക് ഉറപ്പാണ് ആരും എന്ത് വന്നാലും മിസ് ചെയ്തിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് ആണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. Prospero año y felicidad. Feliz Navidad, feliz Navidad, feliz Navidad, feliz Navidad, feliz Navidad, prospero año y felicidad. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my heart. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my heart. You better watch out. You better not cry. You better not pout. I'm telling you why. Santa Claus is coming to town. He's making a list. Feliz Navidad, Feliz Navidad, Feliz Navidad, Feliz Navidad, prospero año y felicidad. അവിടെ നമ്മൾ പിന്നെയും തിരിച്ച് റീജൻറ്റ് സ്ട്രീറ്റിലേക്ക് തന്നെ നമ്മൾ വന്നു. അതായത് നമ്മൾ ആ ഒരു ചെറിയ സ്ട്രീറ്റിൽ നിന്ന് പിന്നെ നമ്മൾ ജോയിൻ ആവുന്ന റീജൻറ്റ് സ്ട്രീറ്റിലേക്കാണ്. അവിടുന്ന് പിന്നെയും നമ്മൾ നടക്കുമ്പോൾ ഓരോ സ്ട്രീറ്റിലും ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മേഫെയറിലെത്തി. അത് മേഫെയർ ആണോ എന്ന് ഐ നോട്ട് ഷുവർ, ബട്ട് മേഫെയർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവർ ലൈറ്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. എല്ലാത്തിനുപരി നമ്മൾ ആ ഒരു വാക്ക് എൻജോയ് ചെയ്തു. മെമ്മറബിൾ ആയിരുന്നു ആ ഒരു വാക്ക്. ലണ്ടൻ ലൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് അമേസിങ്. നമുക്ക് നമ്മൾ നിൽക്കുന്നത് നോർത്തേൺ അയർലൻഡിലാണ്. നമുക്ക് ബെൽഫാസ്റ്റ് ലൈറ്റ്സ് ഉണ്ട്, അതിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തു. നമ്മുടെ ഡെറിയിൽ ലൈറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ മൊത്തം നമ്മൾ നോക്കുമ്പം നമ്മൾ ദുബായിൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ ലണ്ടൻ ലൈറ്റ്സ് എന്ന് പറയുന്നത് അത് സംതിങ് ഡിഫറെൻ്റ് ആണ് ആൻഡ് ഡിഫറെൻറ്റ് ഫീലിംഗുമാണ്. നമ്മൾ പോയ ഏരിയയിലൊക്കെ ഭയങ്കര നോയ്സി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒറിജിനൽ ഓഡിയോ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ചെറിയൊരു സീക്വൻസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് ഈ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇവിടെ ഇതുപോലത്തെയുള്ള ചെറിയ ചെറിയ സൈക്കിൾസ് പോലെയുള്ള ഒരു വെഹിക്കിളിൽ, എനിക്ക് എൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല, ഇതുപോലെ നമുക്ക് പേയ്മെൻ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് ഇങ്ങനെ ഒരു സ്ട്രീറ്റൊക്കെ ഫുള്ള് നമുക്ക് ഇങ്ങനെ കറങ്ങാം വിത്ത് മ്യൂസിക്. അത് കുറച്ച് ക്രേസിയാണ്, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ബ്യൂട്ടിഫുൾ. അങ്ങനെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ നടന്ന് ദാ നമ്മൾ അവിടെ കാണുന്നതാണ് നമ്മുടെ ചൈന ടൗൺ. ഇപ്പോൾ കഴിഞ്ഞ ഓണം നമ്മൾ വന്ന സമയം നമ്മൾ വിചാരിച്ചിരുന്നു ചൈന ടൗണിൽ പോകണം എന്നുള്ളത്. അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫുഡൊക്കെ അവിടെ അവൈലബിൾ ആണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ നമുക്ക് അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി നമ്മൾ വരണം കരുതി. പക്ഷേ ലാസ്റ്റ് ടൈം നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല വരാനായിട്ട്. പക്ഷെ ഇത്തവണ നമ്മൾ എക്സ്പെക്റ്റ് പോലും ചെയ്തില്ല ഇവിടെ ചൈന ടൗൺ ഉണ്ട്. നമ്മൾ അങ്ങനെയൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു ചൈന ടൗൺ കണ്ടത്. നമുക്ക് അകത്തേക്കൊന്നും കയറാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മൾ നടന്നു. നമ്മളിപ്പോൾ പോകുന്നത് കോൺവെൻറ്റ് ഗാർഡനിലേക്കാണ്. ഭയങ്കര ജോയിൻ്റ് ആയിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ അവിടെ ഉണ്ടെന്ന് നമ്മൾ കേട്ടു. അപ്പം അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നെല്ലാം നടന്ന് നമ്മൾ കോമൺ ഗാർഡനിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ലണ്ടനിലെ വിൻഡർ വണ്ടർലാൻഡ് കാണാൻ പറ്റും. ഇവിടെ ഒരു £7 എൻട്രി ഫീ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ ഫ്രണ്ട്സായിട്ട് വന്നാലാണ് നമുക്ക് റൈഡ്സിലൊക്കെ കയറി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കയറിയില്ല, നമുക്ക് ടൈമും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ ഇറങ്ങി. ആൻഡ് ദിസ് ഈസ് കോൺവെൻറ്റ് ഗാർഡൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റുമെന്നായിരുന്നു നമുക്ക് ഡൗട്ടായിരുന്നു. ബട്ട് ഫൈനലി നമുക്ക് അവിടെ പോകാൻ പറ്റി.
കോൺവെന്റ് ഗാർഡൻ ഒരു ചെറിയ ഏരിയ ആണ്, പക്ഷെ അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ അമേസിങ് ആണ്. ഈ ഒരു ട്രീ എന്ന് വേണം ഭയങ്കര ജോയിൻ്റ് ആണ്. നമുക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ആൾക്കാരെല്ലാം താഴെ അതിൻ്റെ ഒരു ബേസ് അവർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ വരെ എത്തുന്നുള്ളൂ. അത്രയും ഹൈറ്റിൽ ട്രീ പോകുന്നുണ്ട്. ഭയങ്കര ഹ്യൂജ് ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ലൈറ്റ്സ് ആയിട്ട് അടിപൊളിയായിരുന്നു കോൺവെന്റ് ഗാർഡൻ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ആപ്പിൾ മാർക്കറ്റും നമുക്ക് കാണാനായിട്ട് പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരതും സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ലണ്ടനിൽ പോയി ക്രിസ്മസ് ലൈറ്റ്സ് എല്ലാം കണ്ടത് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. നമ്മുടെ ഹോം സെലിബ്രേഷൻ നമ്മളിന് വരുന്നുണ്ട്. ക്രിസ്മസ് അറ്റ് ഹോം എന്നൊരു വീഡിയോ കൂടി വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എൻജോയ് യുവർ ഹോളിഡേയ്സ്. From the bottom of my heart, you better watch